നിതീഷ് സാറ് നമ്മുടെ മുമ്പിലുണ്ട്. ഇരുപത്തിമൂന്ന് 24 വർഷമായി ഇന്ത്യയിലെ വിദേശത്തും പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് ഇന്ത്യ പൂനെ ബേസ്ഡ് കമ്പനിയുടെ ഓർഗാനിക് വളങ്ങളെക്കുറിച്ചുള്ള അതുപയോഗിച്ച് കർഷകർക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും വിശദമായി വിവരിക്കുവാൻ വേണ്ടി നമ്മളുടെ കേരളത്തിൻ്റെ മെയിൻ ലീഡ് ലീഡർ നിതീഷ് സാറിന് നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ പേര് സാബു എന്നാണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ കർണാടകയിലും രാജസ്ഥാനിലും ഇപ്പോൾ ആന്ധ്രയിലുമാണ് താമസിക്കുന്നത്. എൻ്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഞാൻ നെറ്റ്സർഫുമായി ഏകദേശം ഒരു 2 വർഷമായി ചേർന്നു പ്രവർത്തിക്കുന്നു. ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഗുണങ്ങൾ കിട്ടി, എൻ്റെ നാട്ടുകാർക്ക് കുറച്ച് വളങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ നെറ്റ്സർഫിൽ ചേർന്നതും. നിതീഷ് സാറാണ് എന്നെ ജോയിൻ ആക്കിയതും. മാന്യമായ രീതിയിൽ, ശക്തമായ രീതിയിൽ, നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞ് എന്നുള്ള സംതൃപ്തിയും എനിക്കുണ്ട്. എന്തുമായാലും സാറിനെ ഈ നെറ്റ്സർഫ് പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി നിതീഷ് സാറിനെ നെറ്റ്സർഫ് കേരളയുടെ പേരിലും എൻ്റെ പേരിലും നമ്മളെ ഈ ഗ്രൂപ്പിൽ വന്ന, ഈ മീറ്റിങ്ങിൽ വന്ന എല്ലാവരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിതീഷ് സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു സാബു സർ. വളരെ മനോഹരമായി വെൽക്കം. നമ്മൾ കുറെ നാളുകളായി ഇപ്പോ വളപ്രയോഗത്തിന് ടൈമൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ മീറ്റിംഗ്സിന് നമുക്ക് സാധ്യതകൾ കുറെ നാളുകളായി കുറവായിരുന്നു. എല്ലാ ദിവസവും വർക്ക് ആയതുകൊണ്ട്. എനിവേ, താങ്ക് യു സാബു സർ. ആന്ധ്ര ഗുണ്ടൂരിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ മീറ്റിങ്ങിന് സ്വാഗതം ആശംസിക്കുകയും അതിനൊക്കെ വേണ്ടി ചെയ്ത ഒരു കഴിഞ്ഞ 1.5 വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഏകദേശം 10-100 കസ്റ്റമറിലധികം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ പ്രിയപ്പെട്ട സാബു സാറിനുള്ള നന്ദിയും കടപ്പാടും നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി ഇവിടെ അറിയിക്കുകയാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കിയാൽ കൊള്ളാം. കുറച്ചുപേരെ നമ്മളുള്ളൂ. അപ്പോ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, മറ്റ് നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയെയും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞവരെ ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങളും സ്വാഗതവും ആദ്യമായി തന്നെ അർപ്പിക്കുകയാണ്. നമുക്ക് 8:05 ഇപ്പൊ സമയം. നമ്മൾ 8:30 മണിയാകുമ്പോഴത്തേക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മാക്സിമം പോയി 8:35, 8:40 കൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യം ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. കാരണം ഇതിൽ ഉപയോഗിച്ച കുറെ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അനുഭവങ്ങൾ അവസാന നിമിഷത്തിൽ അവർ ഷെയർ ചെയ്യുന്നതാണ്. 2 വർഷം, 3 വർഷവും 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുടെ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യാണ്. ഞാനിവിടെ പറയുന്നത്, ഞാനൊരു 4 വർഷമായിട്ട് അതിന് മുകളിലായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണൂർ സ്വദേശിയാണ്. എൻ്റെ പേര് നിതീഷാണ്. പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 2021 മുതൽ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അത് വിതരണം ചെയ്യുകയും കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കമ്പനി പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള അതെങ്ങനെ നമുക്ക് ഗുണങ്ങൾ ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം, അതുപോലെ കമ്പനിയെ കുറിച്ചുള്ള അവബോധം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്നെയോ സാബു സാറിനെയോ അല്ല മറ്റു വ്യക്തികളെയോ ഒക്കെ ഇത് ഉപയോഗിക്കുകയും അത് മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ട് സംവദിക്കുമ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ്സ് ഇനി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചകളിലും നമുക്ക് ഉണ്ടാകും. അപ്പൊ അതിലൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കുകയും അതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാമെന്ന് പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറെ സ്നേഹവും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗ് മുഴുവനായിട്ട് നിങ്ങൾ വീക്ഷിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് പോവുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആക്കിയിട്ട് പോവുകയോ ചെയ്യുകയല്ലാതെ എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും വളപ്രയോഗം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉള്ള ഏതൊരു വ്യക്തിയും വളപ്രയോഗത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വളരെ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത്.
നമുക്കറിയാം രാസവളത്തിന്റെയൊക്കെ അമിതമായ ഉപയോഗം നമ്മുടെ മണ്ണിലുണ്ടായിരുന്ന മാറ്റങ്ങളും നമ്മുടെ മണ്ണിലുണ്ടായിരുന്ന പ്രോബ്ലംസും അതിലൂടെ നമുക്ക് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സസ്യത്തിന് ആവശ്യമായ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായി തന്നെ ഞാൻ ഇവിടെ ഒരു 3 പിക്ചർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ഇന്ന് സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു 15 വർഷം മുന്നേ നമ്മുടെ മാർക്കറ്റിൽ വളരെ അതിവിപുലമായി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 വസ്തുക്കളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുന്നത്. അതിൽ ഒന്നാണ് അംബാസഡർ കാർ, 2 നോക്കിയാണ്, 3 കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോ ഇത് മൂന്നും ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ്? മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാൻ പ്രൊഡക്റ്റുകൾക്ക് ആയില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ 3 ഉൽപ്പന്നങ്ങൾ. കുറേ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ ഒരു ചെറിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന 3 ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് കാണിച്ചത്. അപ്പൊ ആ ഒരു മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ കാർഷിക മേഖലയിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറാവുമ്പോഴാണ് അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മളും പഴയ പോലെ ആകി പാരമ്പര്യമായ ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നമുക്ക് കാർഷിക മേഖലയിൽ നമുക്ക് പ്രതിഫലിക്കുന്നത് നമുക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായി കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാർഷിക മേഖലയുള്ളത്. അതുകൊണ്ടാണ് കർഷകരൊക്കെ പറയുന്നത് നമുക്ക് വിളവിനേക്കാൾ ചെലവാണ് കൂടുതൽ, കാർഷിക മേഖല നഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ ഏതൊരു വിളകളാണെങ്കിലും ആ വിളകൾക്ക് 100% പ്രോഫിറ്റ് ഉണ്ടാകും എന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നിങ്ങളൊന്ന് അക്കൗണ്ടബിലിറ്റി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്കുകൾ തെങ്ങിന് കൊടുക്കുന്ന വളത്തിന്റെയും അതിന് കിട്ടുന്ന ഈൽഡിന്റെയും അതിന്റെ ചെലവും കഴിച്ച് എത്ര വരുമാനം ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ടെക്നോളജിക്ക് അനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മളും മാറ്റം വരുത്തുവാൻ കാർഷിക മേഖലയിലേക്ക് മാറ്റം വരുത്തേണ്ട സമയമാണ്. ഒരുപക്ഷെ ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ഇരുന്നു കൊണ്ട് കണ്ണൂരിലെ എനക്കും സംവദിക്കാൻ നിങ്ങളോട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ടെക്നോളജി ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നത് കൊണ്ടാണ്. ആ ഒരു ടെക്നോളജിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് AI ടെക്നോളജി അടക്കമുള്ള മേഖലകളിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പത്രത്തോളം നമ്മൾ പുരോഗതിയിലേക്ക് പോകുമ്പോൾ കാർഷിക മേഖലയിൽ നിന്നും ആ ഒരു നൂതനമായ ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലും നമുക്ക് 100 മേനി വിളവിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കമ്പനിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നെറ്റ്സർഫ് എന്ന് പറയുന്നത് അജയ് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അസോസിയേറ്റ് ആണ്. നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത്. അജയ് ബയോടെക് ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. പൂനെ ആസ്ഥാനമാക്കിയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ 826 സ്റ്റേറ്റിൽ 256ലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നു. എല്ലാ ക്രോപ്പുകൾക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. നെറ്റ്സർഫ് റിസർച്ച്, ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതിൽ റിസൾട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് സംശയത്തിന്റെയും ഇട നൽകുന്നില്ല. അതുപോലെ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ 1 ലാബ് നമ്മുടെ അസോസിയേറ്റ് സ്ഥാപനമാണ്. കൊറോണ വന്നപ്പോഴൊക്കെ അതിന്റെ കിറ്റ് പോലും ഗവൺമെന്റിലേക്ക് സപ്ലൈ ചെയ്ത അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ലാബാണ് മൈലാബ് എന്ന് പറയുന്നത്. വൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. വെർട്ടിക്കൽ ഗാർഡനിങ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്കും ഉപഭോക്താക്കളിലേക്കും എത്തിക്കുന്ന നെറ്റ്സർഫ് ഡയറക്ട് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. റെക്കഗ്നിഷൻ ബൈ ഫോർബ്സ് മീഡിയ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സക്കായി, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയാണ്, ആ ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്, ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് കമ്പനിയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ നിറത്തിലുള്ള വിവിധ ബോട്ടിലുകളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലുള്ള ഒരു മാറ്റമാണ് നമ്മളിവിടെ കാണുവാൻ വേണ്ടി പോകുന്നത്. കാരണം ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തെ കുറിച്ച് നമുക്കറിയാം. ഒരു തോട്ടത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കടത്തുകൂലിയും അതിന്റെ വണ്ടിക്കൂലിയും ഒക്കെയുള്ള വലിയൊരു ഭാരിച്ച എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്.
അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. 25% to 40% നമ്മുടെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ പെട്ടിട്ടുള്ളത്. കാരണം ഇന്ന് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് ലോകത്തിലെ നമ്പർ 1 കാർഷിക ഉൽപാദന വിപണന കയറ്റുമതി എന്ന രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവരുപയോഗിക്കുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡാണ്. പാരമ്പര്യമായി കിട്ടുന്ന അറിവുകളെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്ന അറിവുകളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മളും മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും, നമ്മളും നല്ല ഗുണമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് 25% മുതൽ 40% ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യയായ നാനോ ബയോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്കത് റിസൾട്ട് ഓറിയന്റ് ആണ്. നാനോ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിളകൾക്കൊക്കെ ആണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. വലിയ വിളകൾക്കൊക്കെ ആണെങ്കിൽ 1 വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ബയോഫിറ്റ് അഗ്രികെയർ അപ്രൂവ്ഡ് ബൈ ഓർഗാനിക് അഗ്രികൾച്ചർ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇക്കോസെർട്ടിന്റെ അനുമതി, ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ്, GMP സർട്ടിഫൈഡ് കംപ്ലീറ്റ് ഓർഗാനിക് ടെക്നോളജിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ നമുക്ക് ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലൈറ്റ് എനർജിയിലൂടെയും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, വാട്ടർ, അതുപോലെ തന്നെ മിനറൽസിലൂടെ ഒക്കെയാണ് അതിന്റെ ഫുഡിനെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എന്തൊക്കെയാണ്? സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയാണ് അതിന്റെ ഗ്രോത്തിന് ആവശ്യമായ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ആ സസ്യങ്ങളെ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, പെസ്റ്റിന്റെയും ഇൻസെക്റ്റിന്റെ അറ്റാക്ക് ഉണ്ടാകുന്നു, വൈറസിന്റെയും ഫംഗസിന്റെയും ഡിസീസസ് ഉണ്ടാകുന്നു, വെള്ളത്തിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഓവർ ഡോസസ് ഉണ്ടാകുന്നു. ഇവയൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ബോട്ടിലുകൾ, ദ്രാവക രൂപത്തിൽ വരുന്ന നമ്മുടെ ഈ ജൈവവളങ്ങൾ എന്ന് പറയുന്നത്. സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 3 ഘടകങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: മൈക്രോ, മാക്രോ ആൻഡ് പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK, യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്ന നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഒരുപക്ഷെ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രാസവളം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് നമ്മൾ രാസവളം കൊടുക്കുക, അല്ലെങ്കിൽ കുമ്മായം കൊടുക്കുക, അല്ലെങ്കിൽ ഡോളോമേറ്റ് കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മളെ മണ്ണിലുണ്ടാകുന്ന മൂലകങ്ങളെയും മണ്ണിരകളെയും ബാക്ടീരിയകളെയും ചെറുപ്രാണികളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നത്തോടൊപ്പം തന്നെ കൃത്രിമമായി ശ്വാസം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ. മനുഷ്യനെ വെന്റിലേറ്റർ കിടത്തുക എന്ന് പറയുമ്പോൾ കൃത്രിമമായി ശ്വാസം കൊടുക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അതിന് പരിഹാരമായി മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ NPK, അസിറ്റോബാക്ടർ ബാക്ടീരിയ, പൊട്ടാസ് സോളിബിൾ ബാക്ടീരിയ, അതുപോലെ ഫോസ്ഫറസ് സോളിബിൾ ബാക്ടീരിയ തുടങ്ങിയവയെ അടങ്ങിയ അതിനൂതന ടെക്നോളജിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും. ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി മണ്ണിലേക്ക് സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബാക്ടീരിയകൾ ഇന്ന് മണ്ണിലില്ല. ആ മണ്ണിലെ ബാക്ടീരിയകളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള ബാക്കി മൂലകങ്ങളെയൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ NPK-യിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിപ്രധാനമായ ഒരു ഘടകമാണ് ഷേത്ത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. എന്താണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. എന്താണ് ഷേത്തിൽ അടങ്ങിയിരിക്കുന്നത്? 11-ലധികം വരുന്ന സൂക്ഷ്മ മൂലകങ്ങൾ, 5 ടൺ കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതം,
തുടങ്ങി അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി. ഒരുപക്ഷെ 5 ടണ്ണ് കാലിവെള്ളം നമ്മുടെ പറമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് എത്ര എക്സ്പെൻസ് വരും? ആ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ഒരു കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ ഒരേക്കറിലധികം തോട്ടത്തിലേക്ക് ചെയ്തു വരാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് കാർഷിക രംഗം കീഴടക്കുകയാണ്. അതിലാണ് നമ്മുടെ ക്ഷേത്ത് എന്ന് പറയുന്ന അതിന്റെ ബ്ലാക്ക് ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തുന്നു. സസ്യത്തിന്റെ റെസിസ്റ്റൻസ് പവറിനെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാ സസ്യങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ പ്രതിരോധ ശേഷികളുണ്ട്. ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്നത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്. എന്തുകൊണ്ട് സസ്യങ്ങൾക്ക് രോഗബാധിതകൾ ആവുന്നു എന്ന് പറയുമ്പോൾ മണ്ണിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം മാറിയെന്ന് സാധിക്കും. ആ മണ്ണിന്റെ ഘടനയെ വീണ്ടെടുത്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവറിനെ വീണ്ടെടുത്തുകൊണ്ട് സസ്യത്തിന്റെ ആരോഗ്യത്തെ പ്രതിനിധാനം വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ലോഡഡ് വിത്ത് ബയോസ്റ്റിമുലൻസിന്റെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്, കോമ്പാറ്റബിൾ വിത്ത് ഓൾ ബയോഫിറ്റ് പ്രൊഡക്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബൂസ്റ്റ് സോയിൽ ഹെൽത്ത്. സോയിലിന്റെ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ഡെവലപ്സ് നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം, അതായത് സസ്യത്തിന്റെ പ്രകൃതിയാലുള്ള ഡിഫൻസ് സിസ്റ്റത്തെ, പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ആണ്. NPKയും അതുപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്റ്റിം റിച്ച് എന്നത്. നമ്മൾ ഒന്നാമത്തെ ഘടകം മൂലകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, രണ്ടാമത്തെ ഘടകം വളപ്രയോഗത്തെ കുറിച്ചും മനസ്സിലാക്കി, സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. മൂന്നാമത്തെ ഘടകമാണ് PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഇത് രണ്ടും ഉണ്ടായ പോരാ, ഗ്രോത്ത് വേണ്ടേ, നമുക്ക് കൂടുതൽ ഈൽഡ് വേണ്ടേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അതിനൂതന ടെക്നോളജിയാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ലോഡഡ് വിത്ത് CVD എക്സ്ട്രാക്ട്, പൾവിക്കിന്റെയും ഹ്യൂമിക് ആസിഡിന്റെയും മിശ്രിതം ബയോസ്റ്റിമുലൻസ് ചെയ്തെടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പച്ച കുപ്പി നമ്മൾ കാണുന്നത് പോലെ തന്നെ സസ്യത്തിന്റെ പച്ചപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന, പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തിക്കൊണ്ട് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. സ്റ്റിം റിച്ച് ഒരേ സൈസിലുള്ള കായകൾ ഉണ്ടാക്കുന്നു, ഒരേ ടൈമിൽ കായകളെ പൂക്കാനും കായ്ക്കാനും സാധിക്കുന്നു, അതേപോലെ തന്നെ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളിലും ഒരു സ്വാധീനം ചെലുത്തുന്ന സസ്യത്തിന്റെ ഒരു ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സ്റ്റിം റിച്ച്, റിച്ച് ആക്കുന്ന സസ്യത്തിന് റിച്ച്, സമ്പുഷ്ടിയിലും ഫലഭൂഷ്ഠതയിലും മണ്ണിന്റെ ആരോഗ്യത്തിലും ഒരു റിച്ച് ആക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത്. ഈ 5 ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വളപ്രയോഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് 5 ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സസ്യത്തിന്റെ ആരോഗ്യത്തെ പ്രതിദാനം ചെയ്യുന്നു, ഒന്നാമത്തെ മൂലകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, വളപ്രയോഗമായി വേറെ വളങ്ങൾ ഒന്നും ചെയ്യാതെ. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇന്ന് ഒരു ചാക്ക് പൊട്ടാഷ് നമ്മൾ 3600 രൂപ കൊടുക്കണം 1 കിൻഡൽ പൊട്ടാഷ് മേടിക്കാൻ. പക്ഷെ ഇതിൽ പൊട്ടാഷ് ആയി, ഫോസ്ഫറസ് ആയി, നൈട്രജൻ ആയി, ഇതിൽ സൂക്ഷ്മ മൂലകങ്ങളായി, വളപ്രയോഗമായി, ഗ്രോത്ത് പ്രൊമോട്ടറായി, ഇതെല്ലാം അടങ്ങിക്കഴിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് സസ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കെമിക്കൽ ഉപയോഗിച്ച സ്പ്രേയറോ ഡ്രമ്മോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും മിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനെ നമ്മൾ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഇതൊരു ജീവാണു വളമാണ്, ഓർഗാനിക് വളമാണ്. അതിൽ കെമിക്കലുമായി മിക്സ് ചെയ്യുമ്പോൾ അതിന് നാശങ്ങൾ സംഭവിക്കാം, ബാക്ടീരിയകളുടെ നാശം സംഭവിക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മും സ്പ്രേയറും ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റിം റിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഉപയോഗിക്കാത്തത് ഈ സ്ക്രീനിന്റെ ഇടതുവശത്തും ഉപയോഗിച്ച് ഈ സ്ക്രീനിന്റെ വലതുവശത്തും കാണുമ്പോൾ കമ്പനി പറയുന്ന ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. 90 മുതൽ 92% വരെ സീഡിന്റെ ജെർമിനേഷൻ ടൈമിൽ സീഡ് മുളയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വളർച്ചയുടെ സ്റ്റേജിൽ, ലീഫ് സ്റ്റേജ്, ഉപയോഗിച്ചതിന്റെയും ഉപയോഗിക്കാത്തതിന്റെയും ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്ത്, നമുക്ക് ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. ഫ്ലവറിംഗ് സ്റ്റേജിൽ ഒരേ സമയത്ത് പൂക്കുന്നു, കായ്ക്കുന്നു, ഒരേ ക്വാളിറ്റിയുള്ള കായ നമുക്ക് ലഭിക്കുന്നു. കായയുടെ സൈസ് ഒരേപോലെ ആയിരിക്കും, ഫസ്റ്റ് ക്വാളിറ്റി കായ ആയിരിക്കും എന്നിവയാണ്. നമുക്ക് ഉപയോഗിച്ചതിന്റെ കുറച്ച് വീഡിയോസ് ഒന്ന് പരിശോധിച്ച് നോക്കാം.
ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് മണ്ണിരകൾ ഉണ്ടായ ഒരു വീഡിയോ ആണ്. ഇത് കർണാടകയിൽ ഉണ്ടായ ഒരു വീഡിയോ ആണ്. നമ്മുടെ ഷേത്ത് ഉപയോഗിച്ച രാസവളം ഉപയോഗിച്ച ഒരു തോട്ടത്തിലേക്ക് ഷേത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ആണ് നമ്മളിവിടെ കണ്ടത്. ഇത് നമ്മൾ 2021 മുതൽ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ബെന്നി സാറിന്റെ കവുങ്ങിൻ തോട്ടമാണ്. കൊലച്ച് നമുക്ക് കാണാം 3 വർഷമായിട്ട് വെച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു തോട്ടമാണ്. അതുപോലെ ഇത് നമ്മളെ മണക്കടവിൽ രാസവളം മാത്രം ഉപയോഗിച്ച് മഞ്ഞളിപ്പ് വന്ന് മുറിച്ചു മാറ്റാൻ വേണ്ടിയിരുന്ന ജോസഫ് മാഷിന്റെ 100-ലധികം വരുന്ന തെങ്ങിലേക്ക് ഒരു മണ്ണിരകൾ പോലും ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം അദ്ദേഹം തന്നെ വിവരിക്കുന്നതാണ്. അപ്പൊ അത് നമ്മുടെ മണ്ണിരകള് നമ്മുടെ അടുത്ത ഒരു ആലക്കോടാണ്, കണ്ണൂര് ആലക്കോട് മണക്കടവുള്ള ജോസഫ് മാഷിന്റെ ഒരു തോട്ടത്തിലാണ് നമ്മൾ ഇത് കണ്ടത്. ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് എല്ലാ വിളകൾക്കും നമ്മൾക്ക് ഇത് കൊടുക്കാം. സസ്യത്തിന് ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വളപ്രയോഗങ്ങൾ ഇല്ലാതെ നമുക്ക് ഇതിനെ ചെയ്തുകൊണ്ട് ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുമ്മായം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് കാർഷിക മേഖല വളർത്തിയെടുക്കാം. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. ആ കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളെയും ചെറു തവളകളെയും മണ്ണിരകളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ്. അത് ഇട്ട് കഴിയുമ്പോൾ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അതിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നത്. തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ്. ഡോളോമേറ്റ്, കുമ്മായം തുടങ്ങിയവ ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന രീതി കൃഷി ഓഫീസർമാർ പോലും അതിനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്നതിന്റെ ഉത്തരം ഈ ഒരു എക്സ്പെരിമെന്റ് വീഡിയോയിലുണ്ട്. നിങ്ങളൊന്ന് സശ്രദ്ധം വീക്ഷിക്കുക. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കുമ്മായത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ഇടും എന്ന് പറയുന്ന കർഷകർക്കുള്ള എന്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷയാണ്. ഇവയൊക്കെ നമ്മുടെ മണ്ണിരകളെയും നമ്മുടെ സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇന്ന് നമുക്കറിയാം മണ്ണിലുള്ള ചെറു പ്രാണികളും ചെറു തവളകളെ പോലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തവും സ്പഷ്ടവുമായുള്ള ഒരു നഗ്നമായ സത്യമാണ്. അതിനെയൊക്കെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. മണ്ണിലോ മനുഷ്യനിലോ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല. ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം കഴിഞ്ഞ 1.5 വർഷം മുന്നേ വാവാ സുരേഷിനുണ്ടായ ഒരു പാമ്പ് കടി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാമ്പ് കടി ഏറ്റപ്പോൾ ആ മൂർഖൻ പാമ്പിനെ ആ ചാക്കിലേക്ക് കയറ്റുവാൻ വേണ്ടി 4 5 തവണ ശ്രമിച്ചപ്പോഴും ആ പാമ്പ് ചാക്കിൽ കയറാതെ തിരിച്ച് വന്ന് കൊത്തുകയാണ് ഉണ്ടായത്. ഒരു പഠനങ്ങൾ മനസ്സിലാക്കിയത് അത് പൊട്ടാഷിന്റെ അംശമുള്ള ചാക്കായിരുന്നു. അത് കഴുകിയില്ല. പൊട്ടാഷിന്റെ അംശം ഉണ്ടായത് കൊണ്ട് തന്നെ പാമ്പ് അതിൽ കയറാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ തിരിച്ചു കൊത്തി. അത്രയ്ക്കും മണ്ണിനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്ക് പോലും വളരെ ഭീകരമായ ഒരു പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന പദാർത്ഥമാണ് രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ. അവയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പൂർണ്ണമായിട്ടും ഓർഗാനിക് ഉള്ള ഒരു പുതിയ കാർഷിക സംസ്കാരത്തെ നമുക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. ഇത് നമ്മുടെ കുരുമുളകിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണ്. ഇത് കവുങ്ങില് മഞ്ഞളിപ്പിൽ വന്ന ഒരു മാറ്റമാണ്.
അതുപോലെ ഇത് നമ്മൾക്ക് ഇന്റീരിയർ ആയിട്ട് ഇന്ന് ഇന്റീരിയർ ഗാർഡനിങ് ഒക്കെ എത്രയോ ആൾക്കാർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇന്റീരിയർ വീടിനുള്ളിൽ പോലും നമുക്ക് ഈ ഉൽപ്പന്നത്തെ ഉപയോഗിക്കാം. വിത്തൗട്ട് കെമിക്കലാണ്, മനുഷ്യനൊന്നും ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിനെയാണ് ആ റിസൾട്ട് കിട്ടിയ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തി നമുക്ക് അയച്ചു തന്ന റിസൾട്ടിന്റെ ഫോട്ടോയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നെല്ലിൽ ഉണ്ടായതാണ്. നെല്ലിനല്ല, എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം. എല്ലാ വിളകൾക്കും കൂടുതൽ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. നെല്ലിന് മുകളിൽ ഉപയോഗിച്ചതും താഴെ ഉപയോഗിക്കാത്തതുമാകുമ്പോൾ കൂടുതൽ കണപൊട്ടിക്കൊണ്ട് നല്ല വിശാലമായ പ്രദേശങ്ങളിലേക്ക് അതിന്റെ കണപൊട്ടി കൂടുതൽ ഈൽഡിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഏലത്തിന് ഉപയോഗിച്ച ഒരു വീഡിയോ ആണ്. ഏലത്തിന് വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് ഇന്ന് നമുക്ക് ഇടുക്കി മേഖലയിലൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട് കർഷകർക്ക്. അപ്പോ അത് കെമിക്കലിന്റെ ഒരു ബാഹുല്യമില്ലാതെ ഇടുക്കി മേഖലയിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ കെമിക്കൽ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. അവയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ഇത് പച്ചക്കറികളിൽ കിട്ടിയ റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാ വിളകൾക്കും നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ കവുങ്ങിൽ വന്ന റിസൾട്ടിനെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ അതിനെ വിശദീകരിക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ കവുങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് അദ്ദേഹം ഭൂമിന്റെ കരുത്ത്, അത് നെൽവയലിൽ ഉണ്ടായിരുന്ന, ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയുടെ വേറൊരു ഇതാണ്. ആ നെൽവയലിൽ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരേ പാടത്തിലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാടങ്ങളാണ് നമ്മൾ വീക്ഷിക്കുന്നത്. നെൽവയലിലെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇത് റബ്ബറിന് ഉപയോഗിച്ച പ്രിയപ്പെട്ട ജോർജ് മാഷിന്റെ ഒരു അനുഭവമാണ്. തുടങ്ങി ഇന്ന് കർഷകർ ഇതിനെയൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയുമാണ് നമ്മുടെ വളപ്രയോഗത്തിന്റെ ഘടകങ്ങളായിട്ട് ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ. അത് കൃത്യമായിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തോട്ടങ്ങൾ സന്ദർശിച്ച് നിങ്ങൾക്ക് വളപ്രയോഗത്തിനുള്ള സജഷൻസ് തരുന്നതാണ്. വളർച്ചയ്ക്കനുസരിച്ച് മിക്സ് ചെയ്യേണ്ട എല്ലാം ഒരേപോലെയാണ്, പക്ഷെ വളർച്ചയ്ക്കനുസരിച്ചാണ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അവിടെ ആ വളപ്രയോഗം ഇത്രയുമാണ്. നമ്മുടെ NPK, ഷേത്ത്, സ്റ്റിമറിച്ച് എന്നിവയാണ് ഒരു വളപ്രയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ മറ്റൊരു ഉൽപ്പന്നമാണ് ബയോ-90 എന്ന് പറയുന്ന സ്പ്രെഡർ ആക്ടിവിറ്റി. അതുപോലെ ഗമ്മറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണത്. അതുപോലെ അടുത്തത് പെസ്റ്റിന്റെയും മറ്റ് കണ്ണിൽ കാണുന്ന കീടങ്ങളുടെയും അറ്റാക്ക് ഉണ്ട്. ആ അറ്റാക്കിനെയൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. നമുക്ക് ഇന്ന് കീടങ്ങൾ വളരെയധികം രോഗബാധ നമ്മുടെ ചെടികളിൽ ഉണ്ടാക്കുന്നു. അതിനെയൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി ഇന്ന് ഇവിടെ കാണുന്ന ഈ കീടങ്ങളെയും കണ്ണിൽ കാണുന്ന മുഴുവൻ പുഴുക്കളെയും മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇൻടാക്റ്റിലൂടെ സാധിക്കുന്നു. ഇൻടാക്റ്റും അതുപോലെ ഇൻടാക്ട് ഉപയോഗിക്കുമ്പോൾ ബയോ-90നും അതുപോലെ തന്നെ 10,000 ppm ഉള്ള വേപ്പെണ്ണയും ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ട് വേണം ഇൻടാക്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ പ്രോബ്ലംസ് ഉള്ള ഒരു പരിഹാരമാണ് നാനോ ടെക്നോളജിയിലൂടെ അതിപ്രധാനമായ ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ കാണാത്ത ഫംഗസിനെയും വൈറസിനെയും തുരത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ആ റാപ്പപ്പ്
നമുക്ക് തുരിശായിട്ടും ഇന്ന് സിഒസിയും മറ്റ് കെമിക്കലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ അവയൊന്നുമില്ലാതെ റാപ്പപ്പിലൂടെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് സസ്യത്തിന്റെ ആരോഗ്യശേഷിയും പ്രതിരോധശേഷിയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വീട് മാനേജ്മെന്റിന് വേണ്ടി കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇന്ന് ഉപയോഗിച്ച നിരോധിച്ച വളരെ പ്രധാനപ്പെട്ട എൻഡോസൾഫാൻ അടക്കമുള്ളവ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട് മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. അതുപോലെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കാനും ആടുകൾക്കും കോഴികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഹെർബ്സിന്റെയും പ്രീബയോട്ടിക്സ് പ്രോബയോട്ടിക്സും മിനറൽസും ന്യൂട്രിയൻസും അടങ്ങിയ 36ലധികം വിറ്റമിൻസിന്റെയും ന്യൂട്രിയൻസിന്റെയും ഒരു മിശ്രിതമാണ് CFC പ്ലസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. ഇത് നമ്മുടെ പശുക്കളുടെ ആരോഗ്യത്തെ അതുപോലെ തന്നെ അവരുടെ പാലുൽപാദന വർധനവിനെ റീഡിങ്ങിന്റെ ഹോർമോൺസിന്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ് സപ്ലിമെന്റ് ആണ്. അത് ഒരു ദിവസം ഒരു 10 മുതൽ 15 ഗ്രാം വരെ നമ്മൾ വളർച്ചയ്ക്കനുസരിച്ച് ഏതൊരു സസ്യത്തിനും നമുക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മീനിന്റെ കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ മീനിന്റെ ഫീഡിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ അക്വാ ക്ലിയർ, അക്വാ ഫീഡ്, അക്വാ കൾച്ചർ. വെള്ളത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത്. ഇത്രയുമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഇന്ന് നമ്മുടെ ഓർഗാനിക് ഫാമിനെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയുള്ള നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ കെമിക്കലിന്റെയും രാസത്തിന്റെയും അമിതമായ ഉപഭോഗം മൂലം നമ്മൾ ഇന്ന് നിരവധിയായിട്ടുള്ള രോഗശയ്യയിലേക്ക് ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ ഓർഗാനിക് ഫാമിങ്ങിനെ കെട്ടിപ്പടുക്കേണ്ട ഉത്തരവാദിത്തം വരുന്ന തലമുറയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. എന്റെ നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കുകയും അതുപോലെ തന്നെ എവിടെയാണെങ്കിലും നമ്മൾ ഇന്ന് കേരളം മുഴുവൻ നമ്മളിത് ഇന്ത്യ മുഴുവൻ നമ്മളിത് ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും എടുത്തു പറയുകയാണ്, നിങ്ങൾക്കിത് എത്ര ആൾക്കാരുടെ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലും സ്വന്തം അനുഭവത്തിന് അപ്പുറത്തേക്ക് വേറൊരു അനുഭവം ഇല്ല എന്ന് നമുക്ക് എക്സ്പെരിമെന്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ സ്വന്തം അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് സംശയങ്ങൾ നിരവധി ഉണ്ടാകും, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നിരവധി ഉണ്ടാകും. ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കാറിലേക്ക് കയറി കഴിഞ്ഞാൽ, ബൈക്കിലേക്ക് കയറി കഴിഞ്ഞാൽ, ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. തിയററ്റിക്കലായിട്ട് ഒന്നും നമുക്ക് സാധിക്കില്ല. ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു ഭാഗം യൂസ് ചെയ്യാൻ ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ എന്താണ് മാറ്റങ്ങൾ എന്നുള്ള ഒരു വസ്തുത നിങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ് സർ. താങ്ക് യു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ് സർ. താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ്. ഞാൻ ഫൽഗുനാണ്, കൊട്ടിയൂരാണ് സ്വദേശം. ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ് ഉള്ളത്. ട്രെയിനിലായിരുന്നു കേട്ടോണ്ടിരുന്നത്, അതുകൊണ്ട് എല്ലാം എനിക്ക് വ്യക്തമായില്ല. എങ്കിലും ഈ റാപ്പപ്പ് എന്ന് പറയുന്ന സാധനം സ്പ്രേയിങ്ങിനുള്ളതാണോ സോയിൽ അപ്ലിക്കേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? രണ്ടും ചെയ്യാം. ഓക്കെ. ഈ നിമറ്റോഡിന്, ഈ കുരുമുളകിനെ ഒക്കെ ബാധിക്കുന്ന നിമവിരകളെ കൺട്രോൾ ചെയ്യാൻ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അത് ഇൻടാക്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബയോ ലാർവിസൈഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യേണ്ടത്. ബയോ ലാർവിസൈഡ്. എനിക്ക് ക്ലിയർ ആയില്ല. ബയോ ലാർവിസൈഡ്, ഇൻടാക്ട്, അതുപോലെ തന്നെ ബയോ ലാർവിസൈഡ് ഞാൻ വാട്സാപ്പിൽ സാറിന് ഇട്ട് തരാം. ഫൽഗുൻ സാർ കൊട്ടിയൂരിലുള്ളതേ? അതെ 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 അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 4 മിനിറ്റ് സമയം, 8:40 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഞാൻ നമ്പർ ഇവിടെ അയച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അല്ലെ സാബു സാറിന്റെ നമ്പർ ഉണ്ട് ഇവിടെ. സാബു സാർ വേണമെങ്കിൽ നമ്പർ, സാബു സാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാർ, ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ സാറേ, ഞാൻ കർണാടകയിൽ നിന്ന് ആന്ധ്രയിലോട്ട് വന്നു കഴിഞ്ഞപ്പോ കുറച്ച് പ്ലാന്റിൽ കുറെ ബിസി ആയപ്പോ കുറച്ച് നെറ്റ്വർക്കിൽ വർക്കിംഗ് ഇല്ല. അപ്പൊ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ബുധനാഴ്ച നമ്മുടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് സംബന്ധിക്കാം. ആർക്കെങ്കിലും നമ്മുടെ ജോസ് സാർ ഇതിലുണ്ട്. ജോസ് സാർ നമസ്കാരം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, കേൾക്കുന്നില്ല. ജോസ് സാറേ, അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കോ? നാട്ടില് മഴയൊക്കെ ആയതുകൊണ്ട് നെറ്റ് കിട്ടാത്താന്ന് തോന്നുന്നു ജോസ് സാറിന്. ഹലോ ജോസ് സാർ നമസ്കാരം. നമസ്കാരം. ഹലോ ഇതിലിപ്പോ നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജോസ് സാർ ഏകദേശം ഒരു 15 ഏക്കർ തോട്ടത്തിലേക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രം ചെയ്യുന്ന ഒരു കർഷകനാണ് പ്രിയപ്പെട്ട ജോസ് സാർ. കണ്ണൂർ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡുകളും ബ്ലോക്കിലെയും മികച്ച കർഷകനുള്ള അവാർഡൊക്കെ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് 15 ഏക്കറിൽ ഉപയോഗിക്കുക മാത്രമല്ല, ഇന്ന് ഏകദേശം 200-300-ലധികം കസ്റ്റമറിലേക്ക് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പൊ ജോസ് സാറേ, ഒരു 2 വാക്ക് സംസാരിക്കാവോ? കേൾക്കുന്നുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നാണ് ആൾക്കാർ കേട്ടപ്പോ പുതിയ ആൾക്കാർക്ക് വേണ്ടി ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ പറഞ്ഞ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, കുറച്ച് പരീക്ഷിക്കാം. ഞാൻ പറഞ്ഞ മുഴുവനും പരീക്ഷിക്കുക മുഴുവനും ചെയ്യുക. കൃഷിക്ക് അല്ലെങ്കിൽ ഒരു സീസൺ നഷ്ടപ്പെട്ടു പോകും. നല്ല വളം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. ഞാൻ 2 വർഷമായി ശരിക്കും 10-50ഓളം ഐറ്റങ്ങൾക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 10-50ഓളം ഐറ്റങ്ങളുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് നല്ല ലാഭമാണ്. അതായത് പിന്നെ തൊഴിലാളിയുടെ കുറച്ചു മതി, ഈൽഡ് പിന്നെ കൂടുതൽ, കൂലിച്ചെലവ് കുറവ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നല്ലതാണ്. നിങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നത്, അതെല്ലാവരും വാങ്ങി ഉപയോഗിക്കണം. നമ്മൾ പ്രത്യേകിച്ച് ജൈവമാണ്, അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പറമ്പിന്റെ മുറ്റത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും അലർജി ഇല്ല. പാത്രത്തിൽ പോലും നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് വെക്കാം, അതിനകത്ത് ഒഴിഞ്ഞ പാത്രത്തില്. അപ്പൊ എല്ലാ തരം റബ്ബറിനായാലും ശരി, ഈ ഭൂമിയിലുള്ള മുഴുവൻ കൃഷിക്കും ഏറ്റവും നല്ലതാണ്. എല്ലാം ഞാൻ 50ഓളം കൂട്ടത്തിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത്രയും കൃഷി ചെയ്യുന്നതാണ്. ഓക്കെ ജോസ് സാറിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് 50-ലധികം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിളകൾക്ക് ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് വിതരണം ചെയ്ത, അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ അനുഭവങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കമ്പനിയുടെ റിക്വസ്റ്റ് പ്രകാരം, കാരണം അദ്ദേഹം ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാദോരാതെ പറയേണ്ടി വരും. അത്രയ്ക്കും ഇരിട്ടി മേഖല, കണ്ണൂർ മേഖലയില് വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതുപോലെയുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ടിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ തോട്ടങ്ങൾ കണ്ട് അന്നേരം തന്നെ 10,000-50,000 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ നിന്ന് വാങ്ങി പോകുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, കർഷകരുണ്ട് എന്നുള്ളത്. കാരണം ആ തോട്ടത്തിൽ ഈ അതികഠിനമായ ഉഷ്ണത്തിൽ പോലും, ഉഷ്ണതരംഗം വന്നപ്പോൾ പോലും ഒരു പച്ചപ്പിന് ഒരു കേടുപാടുകൾ സമ്മതിക്കാതെ, കരിച്ചില ഒന്നുമില്ലാതെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാത്ത മറ്റ് തോട്ടങ്ങൾ
തൊട്ടരുവത്ത് നിൽക്കുമ്പോൾ അത് നമ്മുടെ ഉപയോഗിച്ച തോട്ടങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിച്ച ഒരു വ്യക്തിയാണ് ജോസ് സാർ. അതാണ് അനുഭവം പറഞ്ഞത്. ഞാൻ കുറച്ച് ഭാഗം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ, ഞാനൊരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ, ഒരു കർഷകന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ജോസ് സാർ പറയുന്നു, ജോസ് സാറും അതുപോലെ തന്നെ ചെറിയൊരു ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ആ ജോസ് സാർ പറയണേ, നിങ്ങൾ ഒരു സീസൺ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചോളൂ, അതിനുള്ള ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളത്. ഒരുപക്ഷെ ഫൽഗുനൻ സാർ അടക്കമുള്ള, ഇപ്പൊ നമ്മളോട് സംശയം ചോദിച്ച ഫൽഗുനൻ സാർ, കൊട്ടിയൂരിലെ ഫൽഗുനൻ സാർ അടക്കമുള്ളവർ ജോസ് സാറിന്റെ തോട്ടങ്ങൾ വന്ന് സന്ദർശിച്ചതിന് ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാനും ഉപയോഗിക്കുവാനും തയ്യാറായത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക. ഒരു സെക്കൻഡ്, 39 വർഷം ആർല ഫാമിന്റെ സൂപ്രണ്ടായിരുന്ന ആളാണ് ഫൽഗുനൻ. അതെ അതെ, നമ്മുടെ ഇരിട്ടിയിലെ ആർല ഫാമിന്റെ സൂപ്രണ്ടായിരുന്നു ഫൽഗുനൻ സാർ. അതേ ഇപ്പൊ നമ്മളെടുത്ത് മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ വളരെ സന്തോഷം. എല്ലാവർക്കും ഫൽഗുനൻ സാർ, മറ്റ് സാബു സാർ, എല്ലാവർക്കും നെറ്റ്സർഫ് കേരളയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി. വീണ്ടും നമുക്ക് സന്ധിക്കാം. കറക്റ്റ് സമയത്ത് നമ്മൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തു, കൃത്യസമയത്ത് നമ്മൾ ആരംഭിച്ചു. നിങ്ങൾക്ക് അടുത്ത മീറ്റിംഗിലേക്ക് നിങ്ങളുടെ ലിങ്ക് ഇടുമ്പോൾ കുറച്ചു പേരെ, നിങ്ങളുടെ കൂടെയുള്ളവരെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഉൽപ്പന്നത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Okay, good night. Okay, sir. Good night.